നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടി.ജെ. ഷൗമേൽ പാസ്റ്ററെ അയോഗ്യനാക്കി യാഗിദത്ത് മണി. സഹോദരന്മാരെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ഇറക്കിയ കത്തിൽ, അതെ, നടപ്പാക്കാൻ തീരുമാനിച്ച കത്തിൽ നടപ്പാക്കണം, അത് തന്നെയാണ് നിയമം എന്ന് പറഞ്ഞ കത്ത്, ആ കത്തിന്റെ ഭാഗത്തെ ലംഘിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷമാകുകയും, എന്നാൽ ആ പോസ്റ്റർ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കുന്ന ഓഡിയോയാണ് പുറത്ത് കൊണ്ടുവരുന്നത്. നമുക്കാദ്യം എന്താണ് നിയമം എന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ടായി ടി.ജെ. ഷൗമേൽ എന്ന് പറയുന്ന അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ തികച്ചും അദ്ദേഹത്തിന് കളങ്കമാകുന്ന ഒരു കാര്യമാണ് ഈ ഓഡിയോ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ്, അദ്ദേഹത്തിന്റെ ടീമിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് തിരുവനന്തപുരത്തുള്ള യാഗിദത്ത് മണി ആവശ്യപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഇനി തിരഞ്ഞെടുക്കപ്പെട്ട് ടി.ജെ. ഷൗമേൽ അദ്ദേഹം വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെയും ഈ പ്രസ്ഥാനത്തിലെയും ഏറ്റവും വലിയ കളങ്കമായി ചരിത്രത്തിൽ കാണും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ടി.ജെ. ഷൗമേൽ സാർ തികച്ചും ഇവരെ മാറ്റി നിർത്തി, ഇവരെ നിൽക്കാൻ സമ്മതിക്കാതെ തികച്ചും മറ്റൊരാളെ ഇതിൽ പരിഗണിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് യാഗിദത്ത് മണി ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇറക്കിയ കത്തിനെ മറികടന്നുകൊണ്ട് അധികാരമോഹത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ആ നിയമത്തെ മറികടന്നുകൊണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഓഡിയോ ശ്രദ്ധിക്കുമല്ലോ. മാത്രമല്ല, സിറ്റി ചർച്ചിലെ ദക്ഷിണ മേഖലയിലെ സിറ്റി ചർച്ചിലെ പാസ്റ്റർ ഡേവിഡിനു വേണ്ടി അവിടുത്തെ വിശ്വാസി ഓഫീസിൽ നിന്ന് വിളിക്കുന്ന ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ടുപേരും ഈ അസംബ്ലീസ് ഓഫ് ഗോഡിനകത്ത് തികച്ചും പരിഗണിക്കപ്പെട്ടാൽ, നിയമം ലംഘിച്ചവർ ഈ അധികാര സ്ഥാനത്ത് വന്നാൽ അത് തികച്ചും അപവാദമാണ്. അത് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിക്ക് കളങ്കമാണ്. കളങ്കം മാത്രമല്ല, തീരാ കളങ്കമാണ്. എന്താണ് നിയമമെന്ന് നിങ്ങൾ മുമ്പിൽ വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ഭാഗവും എഫെസ്യ ലേഖനത്തിലെ ഭാഗവും സ്വർഗവും ഭൂമിയും ഒന്നാകണമെന്നും പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഏകമായിരിക്കുന്ന പോലെ ദൈവസഭയിൽ ജനങ്ങളും ദൈവസഭയും ഏകമായിരിക്കുന്നു എന്നുള്ള വചനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടി.ജെ. ഷൗമേൽ അദ്ദേഹം സമൂഹത്തെയും സഭയെയും ബോധ്യപ്പെടുത്തിയ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇത് ലംഘിക്കുകയാണ് ചെയ്തത്. മുമ്പ് ഖജാൻജിയൊക്കെ ആയിരുന്ന ഈ യാഗിദത്ത് മണി ഇത്രയും കാലം ഖജാൻജി ആയിരിക്കുകയും അധികാരത്തിലിരുന്ന ശേഷം വീണ്ടും ഈ പ്രായത്തിലും അധികാരമുഖത്തിനു വേണ്ടി ഇറക്കിയ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഈ സ്ഥാനത്ത് വരുമ്പോൾ തികച്ചും ദൈവനാമത്തെ ദുഷിപ്പിക്കുകയും നിയമത്തെ വെല്ലുവിളിക്കുകയും അധികാരമോഹത്തിന് വേണ്ടി എന്തും ഏതും ആയിത്തീരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അധികാരമോഹയാണ് ഈ യാഗിദത്ത് മണി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല, പുതിയ ആൾക്കാർക്ക് മാറി നിന്ന് കൊടുക്കാതെ തൻ്റെ അധികാരവും അധികാരമോഹവുമായി അദ്ദേഹം ഈ സമൂഹത്തെ അവഹേളിക്കുന്നു, നിയമത്തെ ലംഘിക്കുന്നു, ദൈവത്തെ വെല്ലുവിളിക്കുന്നു, ഈ സമൂഹത്തെ കളങ്കപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്താണ് നിയമമെന്ന് നിങ്ങൾ മുമ്പിൽ വായിക്കുകയാണ്. ഒരാൾ സ്ഥാനത്തേക്ക് വരുന്നതിന് താൻ തന്നെയോ മറ്റാരെങ്കിലുമോ ആരോടും വോട്ട് ചോദിക്കുവാനോ പണം നൽകിയോ വാഗ്ദത്തങ്ങൾ നൽകിയോ മറ്റു മാർഗങ്ങളിലൂടെയോ വോട്ടിനു വേണ്ടി സ്വാധീനിക്കുവാനോ പാടില്ല. അങ്ങനെ സ്വാധീനിക്കുന്നവർ ശ്രമിക്കുന്നവരെ സ്ഥാനാർത്ഥത്തിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കുന്നതാണ്. എന്താണ് അയോഗ്യത കൽപ്പിക്കുന്നതാണ്? ഇത്തരത്തിൽ വോട്ട് ചോദിച്ച ഈ രണ്ടുപേരും, യാഗിദത്ത് മണിയും ഡേവിഡും, തികച്ചും അയോഗ്യനാണ്. അവർ ഏത് കമ്മിറ്റിയിൽ വന്നാലും ആ കമ്മിറ്റിക്ക് കളങ്കമാണ്. നമുക്ക് ഓഡിയോയിലേക്ക് പോകാം. ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഇത് പാസ്റ്റർ യാഗിദത്ത് മണിയാണ്, ട്രിവാൻഡ്രത്തുനിന്ന്. ക്ഷേമമായിരിക്കുന്നല്ലോ പാസ്റ്റർ? ഞാൻ വിളിച്ചതേ പാസ്റ്ററെ, നമ്മുടെ കോൺഫറൻസിന് ഞാൻ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് ഷമോൽ സാറിന്റെ പാനലില് ഖജാൻജി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പാസ്റ്ററെ പ്രാർത്ഥനയും സഹായവും ഒക്കെ വേണം. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് പാസ്റ്റർ. ഞാൻ തിരുവനന്തപുരം സിറ്റി ഏജ് ചർച്ച് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എവിടുന്ന്? തിരുവനന്തപുരം സിറ്റി ഏജ് ചർച്ച് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ഈസ്റ്റ് സെക്ഷനിൽ പ്രസ്പീറ്റർ ആയിരുന്ന ഫാസ്റ്റ് പീഡിയുടെ ഇവിടെ ഇപ്രാവശ്യം 30-31 തീയതികളിൽ ഇലക്ഷന് ഖജാൻജി സ്ഥാനത്ത് നമ്മുടെ ദക്ഷിണ മേഖലയിൽ മത്സരിക്കുകയാണ്. പാസ്റ്റിന് പ്രാർത്ഥനയും സഹകരണവും ലഭിക്കണമെന്ന് അറിയിക്കുന്നു. ഇപ്രാവശ്യം നിൽക്കുന്നുള്ളത് പറയരുതെന്നാണല്ലോ നിയമം.
അതറിയത്തില്ല പക്ഷെ നമ്മള് മുന്നേ ഉള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. അല്ല അങ്ങനെ ഈ പ്രാവശ്യം ആരും വിളിക്കരുത്, പറയരുത്. പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഇത് ചെയ്യുന്നൊക്കെയാണല്ലേ. ആര് നിൽക്കുന്നെന്നാ പറഞ്ഞേ? PD ഡേവിഡ്. അത് പുതിയ ആളാണല്ലോ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ തിരുവനന്തപുരത്താണ്. ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. ഫോൺ വിളിച്ച് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും അയോഗ്യനായി കൽപ്പിക്കണം. ഇവരെ തിരിച്ചും ഈ പാനലിൽ ഉൾപ്പെടുത്തരുത്. അങ്ങനെ വന്നാൽ TJ ഷോമൽ എന്ന് പറയുന്ന ദേവദാസന്റെ അദ്ദേഹം ഇതുവരെ പ്രസംഗിച്ച, ഇതുവരെ അദ്ദേഹം സമൂഹത്തോട് ബോധ്യപ്പെടുത്തിയ പല കാര്യങ്ങളും തികച്ചും കുറ്റകൃത്യമായി മാറുകയും തീരാ കളങ്കമായി മാറുകയും ചെയ്യും. ആർക്കാണ്? TJ ഷോമൽ എന്ന വ്യക്തിക്ക്. ഇവരെ അയോഗ്യമായി മാറ്റി നിർത്തി മറ്റൊരാൾ തികച്ചും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ ബോഡി തെരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇവരെ തെരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മിറ്റി വിമർശിക്കപ്പെടുകയും നിങ്ങൾക്ക് തീരാ കളങ്കമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് യാഗദത്തുമണിയും ഈ ഡേവിഡും തികച്ചും കമ്മിറ്റിയിൽ വന്നാൽ ആ കമ്മിറ്റി കളങ്കമാകും. കാരണം ഇവർ നിയമം ലംഘിച്ച് കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് TJ ഷോമൽ സാറിന് യാതൊരു നിലയിലും കളങ്കം വരാതിരിക്കാൻ ഇവരെ മാറ്റി നിർത്തണമെന്ന് താഴ്മയായി നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ കാര്യം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തെ നല്ല കാര്യമായി ഞാൻ കണക്കാക്കുന്നു. കാരണം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുത്, നിങ്ങൾക്ക് തീരാ കളങ്കമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശുശ്രൂഷകന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ച് പ്രസ് മീറ്റിൽ എടുത്ത തീരുമാനത്തിന് വിപരീതമായി ആരും പ്രവർത്തിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും പാനലുകളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും ഒഴിവാക്കാമെന്ന വാക്ക് പാലിക്കണം. ഈ കാര്യത്തിൽ ശുശ്രൂഷകന്മാരും ജനവും സഹകരിക്കണം. അങ്ങനെ ചിലത് ശ്രദ്ധയിൽപ്പെട്ടതിലാണ് ഈ കുറിപ്പിടുന്നത്. റവറന്റ് TJ ഷോമൽ സൂപ്രണ്ട് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ്, ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ വാട്സപ്പിൽ എഴുതിയിട്ടത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സംശയിക്കാൻ കഴിയില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവർ വന്നാൽ TJ ഷോമൽ സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ശുശ്രൂഷയിൽ കളങ്കമുണ്ടെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയും. ഇവരെ തിരഞ്ഞെടുക്കാതിരിക്കാൻ ജനറൽ ബോഡിയും ശ്രദ്ധിക്കണം. മറ്റൊരാൾക്ക്, നിഷ്പക്ഷമായി നിൽക്കുന്ന മറ്റൊരാൾക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് അവരെ ഖജാൻജിയാക്കി മാറ്റാൻ, നിഷ്പക്ഷനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ പാനലിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് TJ ഷോമൽ സാറിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു വൻ കളങ്കമായി മാറാൻ അനുവദിക്കരുത്. ഗോഡ് ബ്ലസ് യു.